ഹായ് ഗായ്സ്, അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ 2025 വേർഷൻ എൻടോർക്ക് 150 അല്ലെ ഒരു 125 ഒക്കെ ഇറക്കി ഭയങ്കര ഹിറ്റായിട്ടുണ്ടായി. നല്ല അടിപൊളി വണ്ടിയായിരുന്നു, അത് നല്ല പവർഫുൾ ആയിരുന്നു. പക്ഷേ 150cc സെഗ്മെന്റിൽ പിന്നെയും ഒരു പവർഫുൾ എൻടോർക്കാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, വലിയ സ്ക്രീന്, ഡിസ്പ്ലേ, ട്രാക്ഷൻ കൺട്രോൾ, ABS, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയും ചെറിയൊരു ട്രാക്കിൽ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യേണ്ടത് അതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് ഏറ്റവും പുതിയ എൻടോർക്ക് 150. 4 കളർ വേരിയൻസിലാണ് അവർ ഇറക്കിയേക്കുന്നത്. എല്ലാം ജെൻസിക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന കളേഴ്സ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പഴയ ആൾക്കാരൊക്കെ ഒന്നും ഇത് മൈൻഡ് ചെയ്യുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്ന കാര്യം. കണ്ട ഫുൾ കളർഫുള്ളായിട്ടുള്ള ഒരു തീമിലാണ് ഒരു വണ്ടികൾ ഇറക്കുന്നത്. 4 കളർ തീംസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് കാണാം 4 പ്രൊജക്ടർ ഹെഡ്ലാംസ് ആണ്. അത്യാവശ്യം നല്ല വെട്ടമാണ് കാര്യം. പ്രൊജക്ടർ LED ഹെഡ്ലാംസ് ആണ്. ഇതാണ് DRLs വിത്ത് ഇൻഡിക്കേറ്റർ. നമുക്ക് വിത്ത് ഇൻറ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇവിടെ ഇൻഡിക്കേറ്റർ, ഇവിടെ DRL അങ്ങനെയാണ് കത്തുന്നത്. പിന്നെ വിംഗ്ലെറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈ സ്പീഡ്സിൽ നമ്മൾ കോർണറൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഭംഗിക്ക് വെച്ചേക്കണ അല്ല എന്നാണ് അവർ പറഞ്ഞേക്കണത്. ഇവിടെ നിങ്ങൾക്കൊരു 150 ഡീക്കാൽസ് കാണാം. പിന്നെ TVS ഐഗോ അസിസ്റ്റൻ്റ്, അതായത് ഒരു ചെറിയൊരു മൊമെൻറ്റിലേക്ക് അല്ലെങ്കിൽ നമുക്കൊന്നൊരു പവർ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു പവർ കിട്ടും. ഇതിൻ്റെ അതൊരു ഇലക്ട്രിക് മോട്ടർ പോലെ സെറ്റപ്പിലാണ് ഇതിൻ്റെ ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യണത്. അങ്ങനെയാണ് സൈലൻറ്റ് സ്റ്റാർട്ട് ഫീച്ചറിലേക്ക് വന്നേക്കണേ. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈൻ. ഇവിടെ നമ്പർ പ്ലേറ്റും വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് നമുക്ക് മെയിൻ ഇവിടെ നിന്ന് കാണാൻ പോകണം നമ്മുടെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ്. നമുക്ക് ഫ്രണ്ട് ബ്രേക്സും റിയർ ബ്രേക്സും അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ്. ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ്. ഇത് കൊടുക്കുന്നത് 12 ഇഞ്ച് വീൽസാണ്. ടയേഴ്സ് നോക്കാൻ പോയാലും കുറച്ച് ഹൈ പെർഫോമൻസ് TVSൻ്റെ ടയേഴ്സാണ് ഇതിൽ അവർ കൊടുത്തേക്കണേ. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കീ നമുക്ക് നോർമൽ കീ തന്നെയാണ്. ഈ കീയിലാണ് അവർ ഈ കീ വെച്ച് നമുക്കങ്ങനെ കീലെസ് എൻട്രി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ഓൺ ഓഫ്, പിന്നെ നമ്മുടെ സീറ്റ് ലോക്ക് ചെയ്യാനും ഫ്യൂൽ ലിഡ് ആയാലും സെയിം ആ ബാക്കിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ബൂട്ട് സ്പേസ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ആ പഴയ എൻടോർക്ക് 125 വന്ന അതേ ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിന് ഓൾറെഡി ആ ഒരു 4G സിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഫുൾ നമ്മുടെ ലൊക്കേഷൻ ഡേറ്റ എല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഇതാണ് നമ്മുടെ പില്ലിയൻ്റെ ഫുഡ് റെസ്റ്റ് നോക്കാൻ പോയാൽ ഇതാണ് ആ ഒരു എഞ്ചിൻ കേട്ടോ. ഒരു ഹോൾ ന്യൂ എഞ്ചിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. 149cc എഞ്ചിനാണ് പ്രൊഡ്യൂസിങ്. ഓൾമോസ്റ്റ് 13 PS ആൻഡ് 14.7 Nm ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ളൊരു വണ്ടിയായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമുക്ക് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും. ആൻഡ് ഇതാണ് ആ റിയറിലേക്ക് പോയാൽ കേട്ടോ. റിയറിലേക്ക് പണ്ടത്തെ ആ ഒരു T ഷേപ്പുള്ള ഡിസൈൻ അതായിരുന്നു എൻടോർക്കിൻ്റെ ആ ഒരു മെയിൻ ഹൈലൈറ്റ്. അതിപ്പോൾ കുറച്ചും കൂടെ വലുതാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയൊരു ടെയിൽ ലാമ്പായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതാണ് ആ എക്സോസ്റ്റ്. ആ പഴയ എൻടോർക്കിനാണ് കുറച്ചും കൂടെ ഡിസൈൻ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എക്സോസ്റ്റിൻ്റെ. പിന്നെ ഇതൊരു ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. അതായത് പുതിയ ഒരു പേറ്റൻറ്റ് ടെക്നോളജി വെച്ചിട്ടാണ് ഈ ഒരു ഓയിൽ കൂളിങ്ങും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണത്. ഇതാണ് നമുക്ക് റിയറിലെ നമ്മുടെ ആ ഒരു സസ്പെൻഷനാണ്. സിംഗിൾ സസ്പെൻഷൻ നമുക്ക് കാണാം. റിയറിൽ നമുക്ക് ആ ഒരു സ്പീഡ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ട്രാക്ഷൻ കൺട്രോളും ABS ഉണ്ട് ഇതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. റിയറിൽ ഡ്രം ബ്രേക്സും നമുക്ക് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ സ്റ്റാൻഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടിയിൽ വന്ന് കയറിയിരിക്കാം. ഇതാണ് കയറിയിരിക്കുമ്പോൾ ആ RTRൽ വന്നേക്കണ അതേ ഒരു മീറ്ററാണ്, ഒരു കൺസോളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ആ ഒരു ഓപ്പൺ ടൈപ്പ് ഹാൻഡിൽ ബാർ ആട്ടോ. ഇവിടെ കവേർഡ് ഒന്നുമല്ല, ഫുള്ളി ഓപ്പൺ ഹാൻഡിൽ ബാർസാണ്. RTRൻ്റെ അതേ സ്വിച്ച് ഗിയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, സ്വിച്ചസ് എല്ലാം ഉണ്ട്. ക്രൂസ് കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ 2 മോഡ്സ് ഉണ്ട്. റേസ് മോഡ് ഉണ്ട്, സ്പോർട്ട് മോഡ്. റേസ് മോഡ് ഉണ്ട്, സ്ട്രീറ്റ് മോഡും ഉണ്ട്. പിന്നെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സഡനായിട്ട് ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഒരു ചെറിയൊരു പുഷ്, നമുക്കൊരു കുറച്ചൊരു പവർ കിട്ടും. അത് ഞാൻ ട്രാക്കിൽ ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് വിഡ്ജറ്റ്സും കാര്യങ്ങളുണ്ട്. പിന്നെ സെറ്റിങ്സിൽ പോയാൽ റൈഡ് മോഡ്സ് 2 മോഡ്സ് ഉണ്ട്. ട്രിപ്പ് ഡീറ്റെയിൽസ്, ട്രിപ്പ്, പിന്നെ വെഹിക്കിൾ കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോളും, ഇഗ്നിഷൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഉണ്ട്. കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പിന്നെ നോട്ടിഫിക്കേഷൻസ് അങ്ങനെ. പിന്നെ നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ അലക്സ ആയിട്ട് കണക്ട് ചെയ്യാം. അലക്സയുടെ നമ്മൾ ചോദിച്ചാൽ നമ്മുടെ എത്ര ഫ്യൂവൽ ബാക്കിയാണെന്നൊക്കെ ചോദിച്ചാൽ അതും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ മൈ വെഹിക്കിൾസിൽ പോയാൽ വണ്ടിയുടെ സർവീസ്, പെർഫോമൻസ് റെക്കോർഡ്, ടോപ്പ് സ്പീഡ് എത്രയാണ്, ആവറേജ് സ്പീഡ് എത്രയാണ് എന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റും. പിന്നെ ആപ്പിൽ പോയാലും ഈ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഡിസ്പ്ലേ സെറ്റപ്പിൽ വിഡ്ജറ്റ്സ് നമുക്ക് മാറ്റാം, ബ്രൈറ്റ്നസ് മാറ്റാം, തീം, ഹൈ സ്പീഡ് അലേർട്ട്, പിന്നെ ക്ലോക്ക് സെറ്റിങ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ഫംഗ്ഷൻസ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഹീറ്റ് അറിയാൻ പറ്റും. പിന്നെ RPM മീറ്റർ ഉണ്ട് ഇതിന്. ആൻഡ് ഇവിടെ നമുക്ക് വാർണിംഗ് സിമ്പിൾസും, ഡിസ്റ്റൻസ്, ടോപ്പ് സ്പീഡ്, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതിന് മുമ്പായിട്ട് ലെഗ് റൂം കേട്ടോ. അത്യാവശ്യം എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ലെഗ് റൂം ഉണ്ട്. എനിക്ക് ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് അല്ലെങ്കിൽ മുട്ട് മടങ്ങിയിരിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പൊക്കം കുറഞ്ഞവർക്കായാലും നമുക്ക് ഈസി ആയിട്ട് ഇരിക്കാം. അങ്ങനെ വലിയ വെയിറ്റോ കാര്യങ്ങളോ നമുക്ക് ഈ വണ്ടി തോന്നിക്കില്ല. എനിക്ക് തോന്നുന്നു ഒരു 120-130 kg ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെ. ആൻഡ് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്
അത്യാവശ്യം കുഴപ്പമില്ല. സെയിം മിറേഴ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഒരു നല്ല രസമുണ്ട് ഈ ഒരു ആംഗിൾ, ഈ ഒരു POV നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ, ഈ മീറ്ററും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സ്റ്റോപ്പായിട്ട്, ഇനി ബ്രേക്ക് പിടിച്ചിട്ട് ജസ്റ്റ് തിരിച്ചപ്പോൾ കണ്ടോ സ്റ്റാർട്ടായി. നമ്മൾ സെൽഫൊന്നും അടിക്കണ്ട, സൈലൻ്റ് ആയിട്ട് സംഭവം സ്റ്റാർട്ടായി. RPM പോണത് കണ്ടോ. അതൊക്കെയാണ് സെറ്റപ്പ്. നമുക്ക് ഓട്ടത്തിൽ തന്നെ മോഡ്സ് മാറ്റാം. ഓക്കെ, അപ്പോൾ ലാപ്പ് ടൈമർ, ലാപ്പ് ഡിസ്റ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റേസ് മോഡിലുണ്ട്. ആ ഐഗോ ടെക്നോളജിയുടെയാണ് കാണിക്കുന്നത്, എത്ര പ്രാവശ്യം ഉപയോഗിക്കുക, എത്ര പ്രാവശ്യം ഉപയോഗിച്ചു എന്ന്. അത് എത്ര നേരം ഉണ്ടായിരിക്കുന്നത് 8 സെക്കൻഡിലേക്കാണ് ആ ഒരു പവർ, എക്സ്ട്രാ ഒരു പവർ നമുക്ക് കിട്ടുന്നത്. സെയിം ആസ് ആ ഒരു ജൂപ്പിറ്ററിൽ വന്ന 125 വന്ന സെയിം ആ ഒരു ടെക്നോളജി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഈ ഐഗോ റെഡി ആകുമ്പോൾ ഇവിടെ പവർന്ന് കാണിക്കണം, പവർ നമുക്ക് അവൈലബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വണ്ടി ഓടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. സ്ട്രീറ്റ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രീറ്റ് മോഡിൽ നമുക്ക് ഇഗ്നിഷൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ ഐഗോ വർക്ക് ചെയ്യില്ല. അതിന് നമ്മൾ റേസ് മോഡിലേക്ക് ഇടണം. റേസ് മോഡിലിട്ട് ഇവിടെ ഐഗോ വന്നാണ്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് സ്ട്രീറ്റ് മോഡിലിട്ട് ഓടിക്കാം കേട്ടോ. അപ്പോൾ ഇവരിവിടെ എമർജൻസി ബ്രേക്കിങ്ങിൻ്റെ സാധനം നമുക്ക് കാണിച്ചു തരും. എമർജൻസി ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് ഇത് വേണ്ട, ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഓഫ് ആവും കേട്ടോ. ഇനിഷ്യേറ്റിംഗ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഇൻ 1 2 ഓഫ് ആയി. അത് നമുക്ക് വേണമെങ്കിൽ വെഹിക്കിൾ കൺട്രോൾസിൽ പോയിട്ട് ഇഗ്നിഷൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ, ടൈമർ ഇത് ഓഫ് ചെയ്തിട്ട് കേട്ടോ. നമുക്കിത് ഓഫ് ചെയ്തിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൂടാണ്ട് ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ എല്ലാം നമുക്ക് ഓഫ് ചെയ്യാം. കത്തിക്കണം എമർജൻസി, അതായത് ബാക്കി വന്ന വണ്ടികളെ നമ്മൾ അലേർട്ട് ചെയ്യണേണ് ഇത് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഹാർഡ് ബ്രേക്ക് ചെയ്യണേന്ന്. ഇപ്പോൾ എക്കണോമിയിലാണോ ഓടിക്കണേ അതോ പവർ മോഡിലാണോ ഓടിക്കണേന്നാണ് അത് കാണിക്കണേ കേട്ടോ. നല്ല പവറുണ്ട് കേട്ടോ, 150cc. യെസ്, ഇറ്റ് ഈസ് സ്മൂത്ത് പവറാണ്. സ്മൂത്ത് സഡൻ പവർ നമുക്ക് സ്ട്രീറ്റ് മോഡിലല്ല. സ്ട്രീറ്റ് മോഡിൽ നമുക്ക് ഇങ്ങനെ സഡൻ പെർഫോമൻസ് അല്ലെങ്കിൽ പവറോ കാര്യങ്ങളൊന്നും കിട്ടണില്ല. ഓടിക്കാനൊക്കെ നല്ല അപ്രൈറ്റ് പൊസിഷൻ ആട്ടോ, നല്ല രസമുണ്ട്. ഹൈറ്റ് കൂടിയവർക്ക് കുറച്ച് പണിയായിരിക്കും കേട്ടോ. പിന്നെ ഇറങ്ങിയിരിക്കാം. അത്യാവശ്യം ലോങ് സീറ്റാണ്, നാരോ സീറ്റ്, അത്ര വൈഡ് അല്ല, ബട്ട് സീറ്റ് കൊള്ളാം. കുഴപ്പം അത്യാവശ്യം നല്ല കുഷൻ്റായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഓപ്പൺ ഹാൻഡിൽ ബാർ സെറ്റപ്പ് എനിക്ക് നല്ല രസമാണ്, നല്ല ഇഷ്ടമായി. ഓക്കെ, നമ്മളപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഒന്ന് 0 to 100 ചെക്ക് ചെയ്യാം. 3 2 1. പവർ മോഡിലാണ്. ഒന്നും കൂടെ റീസെറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ കിടക്കുന്ന 65 ടോപ്പ് സ്പീഡ് 108 ആണ്. നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അല്ലേ. കത്തിയില്ല. ഇനി ഐഗോ അസിസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല, ഐഗോ അസിസ്റ്റ് ഓഫായിട്ടോ. ഇനി കുറച്ച് നേരത്തേക്ക് വർക്ക് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു 8 മിനിറ്റ് എന്തോ കഴിയണമെന്ന് തോന്നുന്നു. ഇത് തിരിച്ച് വരാൻ മൈ വെഹിക്കിൾ പെർഫോമൻസ് റെക്കോർഡിൽ 107 ആണ് ടോപ്പ് സ്പീഡ്, 75 km ആവറേജ് സ്പീഡ്, 0 to 60 in 4.6 seconds ആണ് പറയണേട്ടാ. നമ്മൾ എയറോഡൈനാമിക്കിലേക്ക് മാറി ഗായ്സ്. 108ന് മേളിലേക്ക് പോവും. അപ്പോൾ അതാണ് നമ്മുടെ ടോപ്പ് സ്പീഡിൻ്റെ പരിപാലനം. ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് ബ്രേക്കിങ്ങിന് അതിനെ വിഷയമൊന്നുമില്ല. ഹാർഡ് ബ്രേക്കൊക്കെ ചെയ്യുമ്പോഴായാലും സ്കിഡ് ആവണം അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സംഭവം നന്നായിട്ട് പെർഫോം ചെയ്ത്. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സൊക്കെ കാണാം. ആൻഡ് ഹെഡ് ലാമ്പ് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. പോരായ്മ വെച്ചാൽ ലൈറ്റിൻ്റെ കാര്യത്തില്ല, ഡിസൈൻ്റെ കാര്യത്തിലാണ് ഒരു പോരായ്മയായിട്ട് തോന്നിയത്. ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി നല്ല അടിപൊളി കേട്ടോ. നല്ല റിഫൈൻഡ്, നല്ല സ്മൂത്തായിട്ടാണ് റൺ ചെയ്യണത്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര അടിപൊളിയായിട്ടാണ് വണ്ടി പെർഫോം ചെയ്യണത്. ആ ഒരു വൈബ്രേഷനും ഇല്ലാണ്ട് സ്മൂത്ത് പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് ലഭിച്ചേക്കണം കേട്ടോ. സമയമുണ്ട്
ഐഗോ അസിസ്റ്റ് തിരിച്ച് വന്നിട്ടുണ്ട്. വെഹിക്കിളിൽ പെർഫോമൻസ് റെക്കോർഡിൽ 110 ടോപ്പ് സ്പീഡ് അടിച്ചിട്ടുണ്ട്. 0 to 60 അപ്പയും 4.6 തന്നെയാണ്. 3, 2, 1 ലെറ്റ്സ് ഗോ. 1, 2, 3, 4, 5 സെക്കൻഡാണ് നമുക്ക് ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് കിട്ടണം കേട്ടോ. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഫിനിഷിങ് ഐ ടേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രാക്കിൽ ഓടിച്ചേട്ടോ. വണ്ടി ട്രാക്കിലൊക്കെ ഓടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ആൻഡ് കൊള്ളാം. സസ്പെൻഷൻസായിട്ട് കുറച്ച് സോഫ്റ്ററാണ്. എക്സോസ്റ്റ് നോട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതാണ് ജസ്റ്റ് നമുക്ക് ട്രാക്കിൽ ഓടിച്ചിട്ടുള്ളതാണ്. സസ്പെൻഷൻ സോഫ്റ്റ് ആയതുകൊണ്ട് ഓബിയസ്ലി നമ്മൾ റോട്ടിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും. മീറ്ററൊക്കെ അത്യാവശ്യം നന്നായിട്ട് കാണാം. നല്ല രസമുണ്ട്. ആ ഒരു പ്രീമിയം സ്കൂട്ടറിൻ്റെ ഫീൽ ഉണ്ട്. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്, ടു ബി നോട്ടഡ്. പ്രൈസ് ഇതുവരെ അവർ പുറത്തേക്ക് വിട്ടില്ല. അപ്പോൾ ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിനാണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും ഏറ്റവും പ്രൈസ് കൂടിയതും. അപ്പോൾ ബേസ് വേരിയൻ്റ് ഉണ്ടാവും എന്തായാലും. മീറ്റർ ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. ഫീച്ചേഴ്സ് കുറവായിരിക്കും. ഈ കണക്ടിവിറ്റി 4G കണക്ഷൻ ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. അത് കുറവായിരിക്കും. ബാക്കിയൊക്കെ സെയിം തന്നെ ആവാനാണ് ചാൻസ്. ചിലപ്പോൾ അഡ്ജസ്റ്റഡ് ലിവേഴ്സൊക്കെ ചിലപ്പോൾ ഒഴിവാക്കിയിട്ട് നോർമൽ ലിവേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും തരാൻ പോണേ. അപ്പോൾ യെസ്, അതാണ്. ഇവിടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ ഒരു നമുക്ക് ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ത്രോട്ടിലൊക്കെ കൊള്ളാം. ഓക്കെ, സോ അതാണ് നമ്മുടെ വണ്ടിനെ പറ്റി. അപ്പോൾ അതായിരുന്നു നമ്മൾ വണ്ടി ട്രാക്കിൽ ജസ്റ്റ് കുറച്ച് ടെസ്റ്റ് ചെയ്ത് കുറച്ച് ഓടിച്ച് നോക്കി. അതുകൂടാണ്ട് ഞാൻ ഇവിടെ തറയിലും കൂടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണും. എന്നിട്ട് നമ്മൾ ഇതിൽ 2 വേരിയൻസ് ആണുള്ളത്. അതായത് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റാണ് TFT ഉള്ളത്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ഉണ്ട്. അതിന് TFTയും LCD ഡിസ്പ്ലേ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ഉള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത്. അതിൽ മെയിൻ വ്യത്യാസം തന്നെയെന്ന് വെച്ചാൽ നമുക്ക് ടെലിമെട്രിക്സ്, അതായത് നമ്മുടെ 4G സിം കണക്ഷൻ അങ്ങനത്തെ ഒരു കാര്യവും നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ബാക്കിയുള്ള മോഡ്സ് 2 റൈഡിംഗ് മോഡ്സ്, ABS, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബ്രേക്സ് ആയാലും എല്ലാം സെയിം തന്നെയായിരിക്കും. പക്ഷേ ആ സിം ഫെസിലിറ്റി അത് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം. അതിൻ്റെ മീറ്ററും വ്യത്യാസം ഉണ്ടാവും. നമുക്ക് സ്വിച്ച് ഗിയേഴ്സ് ആയാലും ലെഫ്റ്റിലെ സ്വിച്ച് ഗിയേഴ്സും കുറച്ച് വ്യത്യാസമുണ്ട് ആ ഒരു മോഡലിൽ. അപ്പോൾ ഈ 2 മോഡൽസാണ് നമ്മുടെ എൻടോർക്ക് 150ക്ക് അവർ ലോഞ്ച് ചെയ്യുക. പ്രൈസ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൈസും കാര്യങ്ങളും കാണാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് അറിയാം നമുക്ക് എത്രത്തോളം വില വ്യത്യാസമുണ്ട് 125 വെച്ച് നോക്കുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് 4 കളേഴ്സിലാണ് ഈ വണ്ടി അവർ ഇറക്കിയേക്കുന്നത്. അപ്പോൾ ആ 4 കളേഴ്സിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട കളറിനും ഈ വണ്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്താണെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്ക് നിൽക്കുക. അടുത്ത വീഡിയോ ബെല്ല് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റേ